മോളെ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അമ്മ. മഹിമ എന്തിനുള്ള പുറപ്പാടാ? എനിക്കറിയില്ല. നീ വെറുതെ നുണ പറയാൻ നിൽക്കണ്ട. അവള് തീ കൊണ്ടാ കളിക്കാൻ പോകുന്നത്. അവളെ പിന്തിരിപ്പിക്കുന്നതാ നല്ലത്. എന്താ കാര്യം? മഹിമ ഗോപാൽജിയുടെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ കാശ് മോഷ്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈശ്വര, ഈ കുട്ടിക്ക് എന്താ വട്ടുപിടിച്ചോ? മര്യാദയ്ക്ക് പഠിച്ച് ഡോക്ടർ ആകേണ്ട കുട്ടിയാ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. നിനക്ക് അവളോടൊന്ന് സംസാരിച്ചുകൂടെ? ഞാൻ സംസാരിച്ച കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അവളിപ്പോ ഉള്ളത്. ഞങ്ങൾ തമ്മില് കുറച്ചു കാലമായി അകൽച്ചയില്ല. ഇതൊക്കെ വേറെ നാടകമാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മതി. ചേച്ചി അനിയത്തിയും കൂടി ഒരുമിച്ച് ഗോപാൽജിയുടെ കാശ് മോഷ്ടിക്കാനുള്ള പ്ലാനിട്ട് കാണും. ഇവള് പറഞ്ഞ ശരിയാ. അനിയത്തി മോഷണം നടത്തിയതിനു ശേഷം ചേച്ചി അന്വേഷണം നടത്തുന്ന പോലെ അഭിനയിച്ചാ പോരെ? ഞാൻ യൂണിഫോം ഇട്ടതേ നിയമം സംരക്ഷിക്കാൻ വേണ്ടിയാ. തെറ്റ് ചെയ്യുന്നത് എന്റെ അനിയത്തിയാണെങ്കിലും ഞാൻ തടയും. നീ തടഞ്ഞില്ലെങ്കിലും അവളെ ഞാൻ തടയും. ഞാൻ കാവലുള്ളപ്പോ ഗോപാൽജിക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നും ചെയ്തില്ലെങ്കിലും കാശ് നഷ്ടപ്പെട്ട ഡാഡി വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. മഹിമ പിന്നെ പുറംലോകം കാണില്ല. ഡാഡി അവളെ തീർത്ത് കളയും. നിന്റെ തന്ത എങ്ങാനും എന്റെ അനിയത്തിയുടെ ദേഹത്ത് തൊട്ട അതിനനുഭവി